വീട്ടിലുള്ളവരെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഷാനവാസ് നമ്മുടെ സാബുമാനോട്ടിരുന്ന് സംസാരിക്കുകയാണ്. സാബുമാനോട് പറയാണ്, അവൾ എന്നോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ അടിച്ചമർത്തുന്ന പോലെ എന്നെ അടിച്ചമർത്താൻ വരണ്ടാന്ന്. എൻ്റെ ഭാര്യയെ അടിച്ചമർത്തി ഇട്ടേക്കുകയെന്ന് അവൾ പറയുന്നു. അങ്ങനെ പറഞ്ഞു എന്ന് സാബുമാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാം, അവളാണ് തുടക്കം വിട്ടത്, എൻ്റെ ഭാര്യയെ വലിച്ചടിച്ചത് അവളാണ്, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് സാബുമാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയാണ്, അതിനാണ് ഞാൻ ഡിഫെൻഡ് ചെയ്തത്, നിങ്ങൾ അവരുടെ ഹസ്ബൻഡിനെ ഏതാണ്ട് വിളിച്ചെന്ന് പറഞ്ഞ്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, അതൊക്കെ അതിന് ശേഷമാണ് വിളിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ലാലേട്ടനോട് പറഞ്ഞത്, എൻ്റെ വീട്ടുകാരെ പറഞ്ഞിട്ടാ ലാലേട്ടൻ ഞാൻ അവളുടെ വീട്ടുകാരെ പറഞ്ഞെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ലാലേട്ടൻ പറഞ്ഞത്, പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾ കാണിക്കുന്നതെല്ലാം നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബിന്നി പറഞ്ഞ് ഞാനാണ് ആദ്യം വീട്ടുകാരെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞതാണ്. ഷാനവാസിനോട് സാബുമാൻ പറയാം, എനിക്ക് അതിനകത്തോട്ട് യോജിപ്പില്ല, കാരണം നിങ്ങൾ അവരുടെ ഹസ്ബൻഡിനെ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞതിനകത്തോട്ട് എനിക്ക് യോജിപ്പില്ല. സാബുമാൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ എന്തോ അടി ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ അവരുടെ ഹസ്ബൻഡിനെ എന്തോ പറഞ്ഞെന്നോ മറ്റോ. അപ്പം ഷാനവാസ് പറയാം, വിളിച്ചത് എനിക്ക് ഓർമ്മയില്ല, വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഷാനവാസ് വിളിച്ച് കാണും എന്ന് ഷാനവാസിന് തന്നെ ഒരു ഡൗട്ട്. അപ്പം നിങ്ങളല്ല വിളിച്ചതില്ലേ, ഞാൻ അന്നേരം ആലോചിക്കുമായിരുന്നു, നിങ്ങൾ എന്നാലും അങ്ങനെ വിളിച്ചല്ലോ. ഷാനവാസ് പറയാണ്, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഡേർട്ടി ഗെയിംസ്, ഇതിനൊക്കെ ഡിഫെൻഡ് ചെയ്യലാണ് എൻ്റെ പണിയെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. സാബുമാൻ ചോദിക്കുന്നുണ്ട്, എത്ര മണിയായി കാണും, കിടക്കണ്ടേ, നമ്മൾ രണ്ടുപേരും കുറച്ച് എക്സർസൈസ് ചെയ്യുന്ന കൂട്ടത്തിലല്ലേ, നേരത്തെ കിടക്കാം എന്നും പറഞ്ഞ് സംഭാഷണം നിർത്തിയിട്ട് രണ്ടുപേരും ഹൗസിനകത്തേക്ക് പോവുകയാണ്.